വാഴയെ പരിചയപ്പെടുത്തുകയാണ്. മുങ്കിലി വാഴ എന്നാണ് അറിയപ്പെടുന്നത്. മുങ്കിലി അഥവാ ഒറ്റ മുങ്കിലി വാഴ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പെടലയാണ് ഇതിലുള്ളൂ. ഇത് ശരിക്കും ഇതിൻ്റെ ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിൽ തന്നെ ഇതിൻ്റെ വേറെ ഒരു ഇനം എന്നുള്ളത് ആഫ്രിക്കൻ റിനോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അതിന് റിനോഹോൺ എന്ന് പറയുന്നത്, അതിന് 2 പെടല വരെ ഉണ്ടാവും. ചിലതിന് 3 പെടല ഉള്ളതുണ്ട്. അതുപോലെ സാൻസിബാർ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് ഇറക്കിയേക്കുന്നതാണ്. പക്ഷേ ഇത് സാൻസിബാർ അല്ല, ഇത് ഒറ്റമുങ്കിരി എന്ന് പറയുന്നതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെടുമങ്ങാട് കോട്ടൂർ വനത്തിലെ ആദിവാസികളാണ് ഇത് കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വനത്തിൽ നിന്ന് തന്നെ ഞാൻ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. ഇതിന് പ്രതിരോധശേഷി വളരെ കുറവുള്ളൊരു ഇനമാണ്. പിന്നെ ഇതിന് ഒത്തിരി പ്രത്യേകതകൾ ഈ വാഴയ്ക്ക് അവകാശപ്പെടാനുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുലച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പെടല മാത്രം വരും. ഇപ്പോൾ ഇതെനിക്ക് ഒരു പെടലയായിട്ടാണ് കിട്ടിയത്. അതിൽ 9 കായുണ്ട്. പിന്നെ ചിലത് കുലച്ച് വരുമ്പോൾ ആദിവാസികൾ വനത്തിൽ ഇത് കുലച്ച് കഴിയുമ്പോൾ ഒരു കായായിട്ട് തന്നെ വരുന്നുണ്ട്. ചിലത് കാളാമുണ്ടം മാത്രമേ വരുള്ളൂ. അങ്ങനെയുള്ള പ്രത്യേകത ഈ വാഴയ്ക്കുണ്ട്. അപ്പോൾ ആദിവാസികളുടെ അനുഭവത്തിൽ ഇതിൻ്റെ ഒരു കായായിട്ട് വരുമ്പോൾ ആ ഒരു 5 കിലോ തൂക്കം വരെ വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. നമ്മുടെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് കുലച്ചേക്കണത്. നമുക്കത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ 9 കായ ഉണ്ടായിട്ടുണ്ട്. ഈ 9 കായ ആയിട്ടുണ്ടാകുമ്പോൾ അവർ പറയുന്നത് 2 കിലോ തൂക്കം വരുമെന്നാണ്. ഏതായാലും ഇത് കുലച്ച് ഒരു 2 മാസത്തെ മൂപ്പോടെ ഉണ്ട് ഇതിന്. അത് കഴിയുമ്പോൾ നമുക്ക് കായ്ക്ക് എത്ര തൂക്കം വരും എന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഇതിന് ഉള്ള അടുത്ത ഒരു ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ തിരുവോണത്തിൻ്റെ തലേ ദിവസം രാജാവിന് കാണിക്കയായിട്ട് അർപ്പിക്കുന്ന ഒരു കൊലയാണിത്. ഇതിപ്പോഴും നടന്നു വരുന്ന ഒരു ആചാരമാണ്. വനത്തിൽ മൂപ്പനും അതുപോലെ ആദിവാസികളും എല്ലാം കൊട്ടാരത്തിലെത്തി രാജാവിന് കാണിക്ക വയ്ക്കുന്നത് ഈ കൊലയാണ്. ഇത് കൃഷ്ണവാഴയാണ്. ഇത് കണ്ടില്ല, ഇതിൻ്റെ തണ്ട് എല്ലാം ഇതിൻ്റെ കളറുണ്ടോ? കൃഷ്ണവാഴ ഇത് കുലച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഏകദേശം ഒരു സ്വദേശിയും വിദേശിയായിട്ട് ഒരു 50ഓളം വാഴയാണ് ഇവിടെ കൃഷി ചെയ്യുന്നതിൽ എനിക്ക് പഴങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ആഫ്രിക്കൻ കദളി വെട്ടിയായിരുന്നു. ആഫ്രിക്കൻ കദളി ഞാൻ വെട്ടി. അത് കഴിഞ്ഞിട്ട് അത് ഒക്കെ ഏറെക്കുറെ ഇപ്പോൾ പറഞ്ഞ അമേരിക്കയുടെ വാഴ, അങ്ങനെ പല വെറൈറ്റികളും. അതിൻ്റെ അകത്ത് ഏറ്റവും ഞാനിപ്പോൾ കഴിച്ചതിലൊരു ടേസ്റ്റുള്ള ഇനം, മറ്റൊരു ടേസ്റ്റ് ഇല്ലയെന്നല്ല പറയുന്നത്, അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വാഴയാണ് കൃഷ്ണവാഴ. ഇത് സ്നോ ബനാന എന്ന് അറിയപ്പെടും. വാഴ വിഭാഗത്തിൽപ്പെട്ടതൊന്നാണ്. ഇത് ഒരു പൂ പോലെയാണ് ഇതിൻ്റെ കൊല വരുന്നത്. ആ ഫ്ലവറിൻ്റെ അകത്താണ് ഇതിൻ്റെ കായ. ഇതിൻ്റെ പഴത്തിൻ്റെ അകത്ത് സീഡുണ്ട്, ധാരാളം സീഡുണ്ട്. സ്നോ ബനാന എന്നാണ് അറിയപ്പെടുന്നത്. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ചൂടുഭാഗം ഇതുപോലെ വീർത്ത് വരും. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇങ്ങനെ വണ്ണം കുറഞ്ഞു വന്ന സാധാരണ വാഴ പോലെ തന്നെയാവും. ഇത് കുലയ്ക്കാൻ ഏകദേശം 1.5 വർഷം എടുക്കും. ഇത് വെരിഗേറ്റഡ് റെഡ് ബനാനയാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർണമെൻ്റലാണ്. ഇത് പ്രത്യേകത കണ്ടില്ലേ, ഇല നമ്മുടെ സാധാരണ വാഴയുടെ പോലെ തന്നെ, പക്ഷേ ഇതിൻ്റെ പുറകുവശം റെഡ് കളറാണ്. പിന്നെ ഇത് ചിലരും വേറൊരു അഭിപ്രായം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾക്ക് ഇലവാഴ ഇലയ്ക്ക് വേണ്ടി നന്നായിട്ട്, കാരണം നല്ല തുറു പോലെ ഇതിങ്ങനെ ഉണ്ടാവും. ഇഷ്ടം പോലെ ഇല നമുക്ക് വെട്ടിയെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയൊരു ഇത് പറയുന്നുണ്ട്. നമ്മളത് നോക്കിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്ക് ചോറ് വിളമ്പുമ്പോൾ അതിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. ഞാനൊന്ന് നോക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം ഇതിനെപ്പറ്റി കേൾക്കുന്നുണ്ട്. ഓർണമെൻറ്റിലാണ് ഇപ്പോൾ കണ്ട കൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ഒരു കോവയ്ക്കയുടെ വലിപ്പത്തിലാണ് അവിടെ കുലച്ച് നിൽക്കുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ വെരിഗേറ്റഡ് റെഡ് കാണിച്ചു. ഇത് വെരിഗേറ്റഡ് മുസ ഫ്ലോറിഡ എന്ന് പറഞ്ഞൊരു വാഴയാണിത്. ഇതിപ്പോൾ ഇതിൻ്റെ വാഴക്കൊല വെട്ടിക്കഴിഞ്ഞു. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു കന്നിൻ്റെ ഇത് ഞാൻ കാണിച്ചേക്കണതാണ്. ഇത് ഞാനൊരു ഏകദേശം ഞാനിതിവിടെ ഈ വാഴ ഞാൻ എൻ്റെ കയ്യിലിവിടെ കൊണ്ടുവരുമ്പോൾ എനിക്കൊരു 3500 രൂപ അടുത്ത് മുടക്കുണ്ട്. ഇപ്പോൾ ഞാൻ 1500 രൂപയ്ക്കാണ് ഈ വാഴയുടെ തൈ ഇവിടെ കൊടുക്കുന്നത്. ഇത് കണ്ടോ, ഈ കൊലച്ച് കഴിയുമ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും ഇതിൻ്റെ കൊലയുടെ ഡിസൈനും. ഈ വൈറ്റും ഈ പച്ചയും കൊലയ്ക്ക് വരും. അപ്പോൾ ഇത് ഒരു കൊല ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം വെട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കന്നിപ്പോൾ ധാരാളം ഉണ്ട്. ഇത് ഞാൻ ടിഷ്യൂ ചെയ്തതാണിത്. ഇത് ഹൈദരാബാദിൽ ഇതിൽ ചെയ്ത് ടിഷ്യൂ ചെയ്ത് ഇറക്കിയ വാഴയാണിത്. മുസ ഫ്ലോറിഡ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ
ഓർണമെൻ്റൽ വാഴ പറഞ്ഞ പോലെ അല്ലേ ഇതിൻ്റെ ഇത് ശരിക്കും പറഞ്ഞാൽ അകം ഏത്തപ്പഴം പോലെ ഇരിക്കും, ഒരു റോബസ്റ്റോ പോലെ തന്നെയാണ് പുറമേ കാണുമ്പോൾ. പക്ഷേ ഇത് പഴം നമുക്ക് സൂക്ഷിപ്പ് കാലാവധി വളരെ കൂടുതലുണ്ട് ഈ ഇതിന്.